ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു കമ്പനി, ഒരു ചെറിയൊരു ഫെർട്ടിലൈസർ കമ്പനി ഭാവിയിലേക്ക് വലിയൊരു ഫെർട്ടിലൈസർ കമ്പനിയായി മാറാൻ സാധ്യത ഉള്ള ഒരു കമ്പനിയാണ്. സോ നിങ്ങളും കൂടുതലായി പഠിക്കുക. കാരണം ഫണ്ടമെന്റ്സ് ഒക്കെ ഓക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു BLO കൊച്ചിൻ ഷിപ്പ്യാർഡോ പറയുന്ന മാതിരി പറയാൻ പറ്റാത്ത ഒരു സ്റ്റോക്ക് തന്നെയാണ് ദീപക് ഫെർട്ടിലൈസേഴ്സോ പറയാൻ പറ്റാത്ത സ്റ്റോക്കാണ്. പക്ഷേ ഇതിന്റെ വളർച്ച കാണുമ്പോൾ ഭാവിയിൽ ഇത് നല്ലൊരു നമ്പർ 1 ഫെർട്ടിലൈസർ കമ്പനി ആവാൻ സാധ്യതയുണ്ട്. അതായത് ദീപക് ഫെർട്ടിലൈസേഴ്സിന്റെ, ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ ലെവലിലേക്ക് വരാൻ സാധ്യത ഉള്ള ഒരു സ്റ്റോക്കാണ്. 10 രൂപ ഫേസ് വാല്യൂ ആണ്. സോൾട്ടുകൾ നോക്കുമ്പോൾ ഒരു മൾട്ടിബാഗ് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ആയ ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സിന്റെ യൂറിയന്റെ ലീഡിംഗ് മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഈ കമ്പനി. ഈ ക്വാർട്ടർ റിസൾട്ട് സെപ്റ്റംബറിൽ സൂപ്പർ റിസൾട്ടാണ് കൊടുത്തത്. ഓൾറെഡി 5-6 ക്വാർട്ടേഴ്സ് നിരന്തരമായി കൺസിസ്റ്റന്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനി പെട്ടെന്ന് EPS വരുന്ന മാറ്റങ്ങൾ എല്ലാം സൂപ്പർ ആയിരുന്നു. സോ ഈ ഒരു റിസൾട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്ന ആക്ച്വലി ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ടിലും സൂപ്പർ റിസൾട്ട് കാഴ്ചവെച്ച കമ്പനി പേര് പാരാദീപ് ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. 2020 വരെ ഇതൊരു ഗവൺമെന്റ് കമ്പനിയാണ്. ശേഷം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഭാഗമായിട്ട് അതിപ്പോ പ്രൈവറ്റ് കമ്പനിയാണ്. ഇപ്പോൾ അത് സ്വാരി ഗ്രൂപ്പും OCP മൊറോക്കോയിലുള്ള OCP ഗ്രൂപ്പും കൂടെ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പാരാദീപ് ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ്. ഇവരെ പൊതുവേ അവർ ബിസിനസിനെ നോക്കുകയാണെങ്കിൽ 5000 ഡീലേഴ്സ്, 75,000 റീറ്റെയിലേഴ്സും 15 സ്റ്റേറ്റിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ് പാരാദീപ് ഫോസ്ഫേറ്റ് ലിമിറ്റഡ്. സൗത്തിലെ കുറച്ച് പ്രസൻസ് അവർ കുറവായിരുന്നു. റീസെന്റ് അവര് മാംഗ്ലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസിനെ അക്വയർ ചെയ്തിട്ട് അവർ പ്രസൻസ് സൗത്തിലും കൂടെ വന്നിരിക്കുന്നു. നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന് കൂടാൻ സാധ്യതയുണ്ട്. കമ്പനി വേറൊരു കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവരൊരു ഫുള്ളി ഇന്റിഗ്രേറ്റഡ് അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് കമ്പനിയായി മാറാനുള്ള പരിപാടിയാണ്. ഫെർട്ടിലൈസർ കമ്പനി മാറാനുള്ള പരിപാടിയാണ് പാരാദീപ് ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ്. 6% വെള്ളിയാഴ്ച സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ആഫ്റ്റർ Q2 റിസൾട്ട് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ 343 കോടി പ്രോഫിറ്റ് പാരാദീപ് ഫോസ്ഫേറ്റ് കാഴ്ച. ഇയർ ഓൺ ഇയർ ബേസിൽ 34% ഗ്രോത്ത്. അതുപോലെ റവന്യൂവിലും 49% ഗ്രോത്ത് ആണ് കാണിച്ചത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺസിസ്റ്റന്റ് ആയി നെറ്റോടെ കാണിച്ചിട്ട് തന്നെ ഒരു കമ്പനി ടേൺ അറൗണ്ട് ആയി മാറുന്ന കമ്പനിയാണ് ഇത്. ഇപ്പം കൂടുതൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയി EPS കൂടി, PE കുറഞ്ഞു. കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ് പാരാദീപ് ഫോസ്ഫേറ്റ്സ്. 71 ലെവലിൽ നിന്ന് കയറാനുള്ള സ്റ്റോക്ക് നല്ലൊരു എപ്രിസിയേഷൻ ആണ് കൊടുത്തത്. 200% എപ്രിസിയേഷൻ കൊടുത്തു. 240 വരെ സ്റ്റോക്ക് പോയി. അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് കളക്ട് ചെയ്തിട്ട് താഴോട്ട് വന്ന് നല്ലൊരു ഹെൽത്തി കറക്ഷൻസ് വേണം പറയാം. ഇങ്ങനെ കറക്ഷൻ വേണം കമ്പനി, ഇങ്ങനെ കയറിപ്പോയിട്ട് കാര്യമില്ല. ഹെൽത്തി കറക്ഷൻ വന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുമ്പോഴാണ് ഈ നല്ലൊരു റിസൾട്ട് കൊടുത്തത്. സോ വീണ്ടും 230-240 ലെവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആദ്യം 230 പോയ സമയത്ത് വാല്യൂഷൻ കൂടിയിരുന്നു. ഈ റിസൾട്ട് നന്നായ സമയത്ത് 210, 220 ഒരു ഫെയർ വാല്യൂഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രസന്റ് പ്രൈസ് 174 ആണ്. ഇതിനെ ഇയർ ഹൈ 234, ഇയർ ലോ 83. വീണ്ടും ഒരു 210 ടാർഗറ്റ് വെച്ചിട്ട് വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ് പാരാദീപ് ഫോസ്ഫേറ്റ്. റീസെന്റ് അവര് ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡിനാണ് അവര് അംബാസിഡർ നിയമിച്ചത്. അതൊക്കെ നല്ല സ്റ്റെപ്പാണ്. കമ്പനി വളർന്നതിന്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. അവര് ഫേമസ് 2 ബ്രാൻഡാണ്, നവരത്ന ആൻഡ് ജയ് കിസാൻ എന്ന ബ്രാൻഡിലൂടെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ കമ്പനീന്റെ മെയിൻ പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അതായത് എല്ലാ സോയിൽസും സൂട്ട് ആവുന്ന ഒരു ക്രോപ്പിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുന്ന, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതുപോലെ മറ്റേ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്ന മിക്സ് ചെയ്ത ഒരു ഫെർട്ടിലൈസറാണ്. കോംപ്ലക്സ് ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് പാരാദീപ് ഫോസ്ഫേറ്റ്സ്. ഇവർക്ക് ഓൾറെഡി അഡ്വാൻസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ട് പാരാദീപും ഗോവയിൽ. ഇതിനൊക്കെ പുറമെ ഈ റിസൾട്ടിനെ കൂടെ അവര് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും. അത് 3600 കോടിയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാൻസ് നടത്താൻ പോകണം. അത്
കമ്പനി കാഴ്ചപ്പാടിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവരെ 5 മില്യൺ മെട്രിക് ടൺ പെർ സെയില് അടുത്ത 2-2.5 കൊല്ലത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ പാരാദീപ് ഫോസ്ഫേറ്റ്സിന് ഗവൺമെന്റിന് ഫെസിലിറ്റി പ്ലാൻ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഫണ്ട് ഉപയോഗിക്കുന്നതാണ് കമ്പനി പറഞ്ഞത്. സോ ഓൾ ടുഗദർ കമ്പനിയുടെ ബിസിനസ് വാല്യൂഷൻ, അവരുടെ റിസൾട്ട്, അവരുടെ റവന്യൂ ഗ്രോത്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇനി നമുക്ക് അതിന്റെ വേറെ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞു പ്രസന്റ് പ്രൈസ് 174 ആണ്. ബുക്ക് വാല്യൂ 79 ഉണ്ട്. ഇൻട്രൻസിക് വാല്യൂ 225 ഉണ്ട്. സ്റ്റോക്ക് റേറ്റ് 174. അതായത് ഞാൻ പറയാം 210 സ്റ്റോക്ക് പോയേക്കാം. ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ആണ്. നല്ല സപ്പോർട്ട് എടുത്ത് കയറാണ് ടെക്നിക്കലി. പി റേഷ്യോ ഇൻഡസ്ട്രിയൽ പി 22.7 ആണ്. പാരാദീപ് ഫോസ്ഫേറ്റിന് പി റേഷ്യോ 14.5 ഉള്ളൂ. EPS 9.84. 120% EPS ഗ്രോത്ത് ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി 0.87 ഉള്ളൂ. റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.1. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 13.7 ഓക്കെയാണ്. ഹൈ പട്രോസ്കി സ്കോർ 7 ഉണ്ട്. ഷെയർ ക്യാപിറ്റൽ 815 കോടിയേ ഉള്ളൂ. റിസർവ് 3560 കോടി ഉണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രൊമോട്ടേഴ്സ് 57.2%, FIs 15%, DIs 16%, 82-84% ഇവരുടെ കയ്യിലാണ് സ്റ്റേക്ക് ഉള്ളത്. റീസെന്റ് FIs സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ DIs കുറച്ച് സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട്. സോ വാല്യൂഷൻ വൈസും കറക്ഷൻ ഒന്ന് നോക്കുകയാണെങ്കിലും എന്നാൽ സപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു കൺസോൾട്ടൻ കഴിഞ്ഞ സ്ഥിതിക്കും കമ്പനി റിസൾട്ടും കൺസിഡർ ചെയ്യുമ്പോഴും പെട്ടെന്ന് വളരെ ഫാസ്റ്റ് വളർന്ന കമ്പനി എനിക്ക് ഫീൽ ചെയ്തത്. സോ ഒരു ലോങ് ടേമിലേക്ക് തന്നെ വെക്കാവുന്ന സ്റ്റോക്കാണ്. പക്ഷെ ഇത് ഒരു 174 210 ലെവലിലേക്ക് 20% പൊസിഷൻ ഇവിടുന്ന് എന്തായാലും കിട്ടാൻ സാധ്യത സ്റ്റോക്കാണ്. അതൊന്ന് ഇങ്ങനെ പഠിക്കാം, നന്നായി പഠിച്ചു നോക്കാം. കാരണം റീസെന്റ് അപ്ലിഫ്റ്റ് ആയി വരുന്ന കമ്പനിയാണ്. 100% കോൺഫിഡൻസ് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ കമ്പനിയിലാണ് നമുക്ക് മൾട്ടിപ്ലൈ റിട്ടേൺ കിട്ടാം. നിങ്ങൾ പഠിച്ച് മനസ്സിലായിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ ഞാൻ ലിസ്റ്റഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ അഡ്വൈസ് ചോദിച്ച വെബ്സൈറ്റ് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നീട് എനിക്ക് മെമ്പർഷിപ്പ് ചാനൽ ഉണ്ട്. ഇതുപോലെ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോക്സ് ഇപ്പൊ പാരാദീപ് മുന്നിൽ പറഞ്ഞത് ഫെയിൽ ആയി പോയത്, എന്നാലും തിരിച്ചു കയറി കാരണം ഫണ്ടമെന്റ്സ് ഉണ്ടായതുകൊണ്ട്. ഫണ്ടമെന്റ്സ് സ്ട്രോങ് ഉള്ള സ്റ്റോക്ക് ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് ആകുമ്പോൾ അങ്ങനെ കണ്ടാൽ മാത്രം പറയുന്ന ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.